നമസ്കാരം. ഓം നമഃ ശിവായ. മലയാള മാസം മിഥുനം 1-ാം തീയതി മുതൽ വരുന്ന ഒരു മാസക്കാലം വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ജീവിതം വലിയ രീതിയിൽ മാറിമറിയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവർക്ക് പുതിയ ചില സൗഭാഗ്യങ്ങൾ ലഭിക്കും. അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറുന്ന സാഹചര്യമുണ്ടാകും. ഗ്രഹങ്ങളുടെ നിലവിലെ സഞ്ചാരവും ചന്ദ്രന്റെ സ്വാധീനവും ചില നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലമായ മാറ്റങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നാണ് അറിയാൻ പോകുന്നത്. പുതിയ തീരുമാനങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് എടുക്കാൻ കഴിയുമെന്നതിനപ്പുറമായി ഏറെ നാളായി ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. തൊഴിൽപരമായി, ധനപരമായി, കുടുംബപരമായി, വിദ്യാഭ്യാസപരമായി പല മേഖലകളിലും വലിയ വലിയ പുരോഗതികൾ ഈ മിഥുന മാസം 1-ാം തീയതിയോടുകൂടി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതായത് ഈ മിഥുന മാസം 1-ാം തീയതി മുതൽ ഇവരുടെ ജീവിതം ആകെ മൊത്തത്തിൽ മാറിമറിയാൻ പോവുകയാണ്. കടബാധ്യതകൾ മൂലവും സാമ്പത്തിക പ്രയാസങ്ങൾ മൂലവും ഇവർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് അറുതി വരികയാണ്. നോക്കൂ, ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങളുടെ സമയമാണ് ഈ മാസം മുതൽ. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളൊക്കെ കുറഞ്ഞ് പുതിയ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വിദേശ യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു, ജോലി മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു, പുതിയ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത കാണുന്നു. അനുകൂലമായ സൂചനകളാണ് മൊത്തത്തിൽ കാണുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവര് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, മനസമാധാന കുറവ് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും പ്രശ്നങ്ങൾ ഇവരെ ചുറ്റി വരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാവുകയാണ് ഈ മിഥുന മാസം 1-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ. സാമ്പത്തിക കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ തീരുന്നതോടുകൂടി ഇവരുടെ പകുതി പ്രശ്നം ശരിയാവുകയാണ്. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ലഭിക്കുന്നു. വിദേശവാസത്തിനുള്ള യോഗ്യത, വിദേശത്തെ ജോലി ശരിയായി അങ്ങോട്ട് പോകാൻ കഴിയാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് അതിനുള്ള വഴി തെളിയുന്നു. തൊഴിൽ മാറ്റം ഏറെ പ്രധാനമാണ്. സാമ്പത്തികമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇവരുടെ ജീവിതം പോകുന്നു എന്നതാണ് ഈ മിഥുന മാസം 1-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. കുടുംബത്ത് സമാധാനമില്ലാതിരുന്ന അശ്വതി നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് കുടുംബത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതിനോടൊപ്പം നിങ്ങൾ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ഒക്കെ കൂടെ വേണമെങ്കിൽ മാത്രമാണ് ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുകയുള്ളൂ. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ധനലാഭത്തിന്റെയും അംഗീകാരത്തിന്റെയും കാലഘട്ടം ആരംഭിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഏറെ നാളായി കാത്തിരുന്ന ചില വാർത്തകൾ സന്തോഷം നൽകും ഇവർക്ക്. കുടുംബജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂട്ട് ബിസിനസ്സിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യത കൂടി ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മിഥുന മാസം 1-ാം തീയതി മുതൽ കാണുന്നുണ്ട്. ധനപരമായി വലിയ നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. ലോട്ടറി ഭാഗ്യം അടക്കം ഇവരെ കാത്തിരിക്കുന്നതായാണ് കാണുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പല പ്രശ്നങ്ങൾ മാറുന്നു. ഏറെ നാളായി അകന്നു നിന്ന ബന്ധുക്കൾ ഇവരുടെ അടുത്തേക്ക് വരുന്നു. മാത്രവുമല്ല, ചില പുതിയ സൗഹൃദങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ സൗഹൃദങ്ങൾ വഴി ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് നല്ല മാറ്റങ്ങളാണ്. വിവാഹാലോചന മുടങ്ങി വിവാഹം കഴിക്കാൻ കഴിയാതെ നിന്നിരുന്ന ആളുകൾക്ക് വിവാഹാലോചനകളൊക്കെ അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം, വിവാഹം നടക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. കുടുംബത്ത് മനസമാധാനമില്ലാതിരുന്ന ആളുകൾക്ക് അത് മാറി വളരെ നല്ലൊരു സന്തോഷ അന്തരീക്ഷം, പിന്നെ സമൂഹം ഇവരെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി. അങ്ങനെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മിഥുന മാസം 1-ാം തീയതി മുതൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം, ഈ മിഥുന മാസം 1-ാം തീയതി മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ്
അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ട്. മാത്രവുമല്ല ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയൊരു സമയമാണ്. ഇവർ ചെയ്യുന്നതെല്ലാം ഗുണത്തിലേ കലാശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായി കലാശിക്കുകയുള്ളൂ. സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകും, ചില അവാർഡുകൾ ലഭിക്കാൻ. രാഷ്ട്രീയത്തിലൊക്കെയുള്ള ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം ഇവർക്ക് നന്നായി ഷൈൻ ചെയ്യാൻ കഴിയും. കലാമേഖലയിലുള്ളവർക്ക് നിരവധി വേദികൾ കിട്ടും. ഇവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും, പൂരം നക്ഷത്രക്കാരുടെ സമൂഹത്തിലെ അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ മേലധികാരികളുടെ പ്രശംസകൾ പിടിച്ചുപറ്റാൻ കഴിയും, മാനേജ്മെന്റിന്റെ പ്രശംസകൾ പിടിച്ചുപറ്റാൻ കഴിയും. അങ്ങനെ ഒരു സ്റ്റാറായി മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ നക്ഷത്രക്കാർക്കുണ്ട്. സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഗുണകരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏറെ നാളായി പലരും ഇവരെ പരിഹസിച്ചിട്ടുണ്ടാകാം. നിനക്ക് ഒരു കഴിവുമില്ല, അല്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പരിഹാസം ഏറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരിഹസിച്ചവരെ കൊണ്ട് തന്നെ മാറ്റിപ്പറയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പൂരം നക്ഷത്രക്കാർ ഈ മാസത്തോടുകൂടി എത്തുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഗുണകരമായ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെ വലിയ വാതിലുകൾ തുറക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഇവരെ കുറേ നാളായി അലട്ടിയിരുന്നു. ഒരു തൊഴിൽ കിട്ടാത്തതിൻ്റെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മാത്രവുമല്ല ചില അസ്വാരസ്യങ്ങൾ, മനസ്സിനൊരു സമാധാനമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ മാറി ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊഴിൽപരമായി ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം, വല്ലാത്തൊരു കയറ്റം ഇവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു. മാത്രവുമല്ല തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിനും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള അവസരം കൂടി കാണുന്നു. സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഇവരെ തേടി വരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ചില വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് മാറി താമസിച്ചിരുന്നവരൊക്കെ ഒന്നിച്ച് താമസിക്കാനും, അവരുടെ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ മാറി അവർ സ്നേഹത്തോടുകൂടി കുടുംബത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നക്ഷത്രക്കാരും എത്തുന്നു ഈ മാസത്തോടുകൂടി. ഇവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുക, പണം കടം കൊടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ഇവർ വേണം. പിന്നെ ജാമ്യം നിൽക്കുക, ഇപ്പോൾ നമ്മൾ വളരെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ജാമ്യം നിൽക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഐശ്വര്യ യോഗം ശക്തമാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച മുന്നേറ്റം, ഇവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉത്തമമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വന്നു ചേരാൻ പോകുന്നത്. ഭൂമി സ്വന്തമാക്കാൻ കഴിയും, വീട് സ്വന്തമാക്കാൻ കഴിയും, വാഹനം സ്വന്തമാക്കാൻ കഴിയും. ഇതിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഏറെ നാളായി വീടിന്റെ പണിയൊക്കെ മുടങ്ങിക്കിടന്ന ആളുകൾക്ക് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അതിന് സമയമായിരിക്കുന്നു. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുമുള്ള സമയമായിരിക്കുന്നു. ഈ മിഥുനമാസം 1-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മിഥുനം 1 മുതൽ. പിന്നെ ദേവാലയ ദർശനവും പ്രാർത്ഥനയും ഒക്കെ മനസ്സിന് സമാധാനം നൽകും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വളരെ ഗുണകരമാണ്. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഇത്രയും നക്ഷത്രങ്ങളാണ് ഈ മിഥുനമാസം 1-ാം തീയതി മുതൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്ന നക്ഷത്രക്കാർ. ബാക്കിയുള്ളവർ മോശമാണ് എന്നല്ല, പക്ഷേ ബാക്കിയുള്ള നക്ഷത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയം തെളിയാൻ പോവുകയാണ്. ഈ മിഥുനമാസം 1-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. പിന്നെ ചിലരുടെ ജാതക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പീറ്റ്. മറ്റൊരു കാര്യം, ചിലരുടെ ജാതകങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് മാറ്റമുണ്ടാകാം, ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ പരമാൽ പ്രധാനം നമ്മൾ പ്രാർത്ഥനയോടുകൂടി ക്ഷേത്രങ്ങളിൽ പോവുക, നമുക്ക് കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക, ഭഗവാനെ സേവിക്കുക എന്നതാണ്.